വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതോടെ മധ്യപൂർവേഷ്യയിലെ സംഘർഷ മേഖലയിൽ നിന്നും മലയാളികൾ നാട്ടിലേക്ക്. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചു. ചെന്നൈ, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും ദുബായിലേക്കുള്ള എമിറേറ്റ്സ് വിമാനങ്ങൾ റദ്ദാക്കി. UAE-യിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ സ്പൈസ് ജെറ്റ് പ്രത്യേക സർവീസുകൾ നടത്തും. ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നും ദോഹയിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഗോകുൽ കെ വേണുഗോപാൽ RH എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ഗോകുൽ, ആദ്യ വിമാനം എത്തുന്നു. അതിൽ വലിയ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വിമാനങ്ങൾ എപ്പോഴെത്തുമെന്നാണ് കരുതേണ്ടത്? അവിടെ നിന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരിക എന്നൊരു പ്രയോറിറ്റി അവിടെയുള്ളവർക്കുണ്ടോ ഗോകുൽ? ഹാഷ്മി, കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ വിമാനങ്ങൾ തന്നെയാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. 3 വിമാനങ്ങൾ ഇന്ന് കരിപ്പൂരേക്ക് സർവീസ് നടത്തുകയും ഇവിടെ നിന്ന് 4 എണ്ണങ്ങൾ അന്താരാഷ്ട്ര സർവീസുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം സലാം എയറാണ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയറാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. അത് തിരിച്ച് 4:20 തിരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ റിയാദിൻ്റെ US എംബസിയിലേക്ക് നടത്തിയിട്ടുള്ള ഇറാന്റെ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് റിയാദിൽ നിന്ന് വന്നിട്ടുള്ള 2 വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് ആകെ 7 സർവീസുകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമായിട്ടുള്ളത്. 40 സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്ക് എത്തിയിട്ടുള്ള ഫ്ലൈനാസ് തിരികെ പോയത് 10 മണിക്ക് ശേഷമാണ്. 7:25 ഇവിടുന്ന് പോകേണ്ടിയിരുന്നത്. ഈ പറയുന്ന ഇറാൻ നടത്തിയിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവീസ് മുടങ്ങുന്ന അല്ലെങ്കിൽ സർവീസ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 10 മണിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കറ്റിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും റിയാദിൽ നിന്നുമാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നിലവിൽ സർവീസ് നടത്തിയിട്ടുള്ളത്. വൈകിട്ട് 2 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ സർവീസും നടന്ന ഒരു സാഹചര്യമില്ല. മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:05 മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട് കരിപ്പൂരിൽ 6:10 എത്തുന്ന രീതിയിലും, ദുബായിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് ദുബായിൽ 12:85 പുറപ്പെട്ട് കരിപ്പൂരിൽ 6:35 എത്തുന്ന രീതിയിലുമാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ ചിലപ്പോഴെങ്കിലും റദ്ദാവുകയോ അല്ലെങ്കിൽ മുടങ്ങുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ സർവീസ് നടത്തിയിട്ടുള്ള സലാം എയർ, ഫ്ലൈനാസ്, സൗദിയ എയർ എന്നിവ ഇന്നും സർവീസ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു സർവീസ് കൂടി ഇന്ന് പുതിയതായി ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെതും മറ്റൊന്ന് സ്പൈസ് ജെറ്റിൻ്റെതുമാണ്. ഈ റിയാദിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, അവർ നിൽക്കുന്ന ഭാഗങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്താൻ സാധിച്ചത് വലിയ ആശ്വാസമായി കരുതുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പെരുന്നാളിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും എത്തുന്ന ആളുകൾ നിരവധിയായിട്ടുണ്ട്. അവരെന്തായാലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. ആശ്വാസത്തിന്റെ ഒരു മറുപടിയാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. ഇന്ന് 7 സർവീസുകൾ നടന്നു. 3 എണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട്, 4 എണ്ണം കരിപ്പൂരിൽ നിന്ന് അന്താരാഷ്ട്ര സർവീസുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.